എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു വ്യക്തിയോടായാലും ഒരു സമൂഹത്തോടായാലും മികച്ച രീതിയിൽ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. മികച്ച വ്യക്തിത്വം എന്ന് പറയുന്നത് നന്നായി സംസാരിക്കാനുള്ള കഴിവ് എന്നുകൂടി അതിന് അർത്ഥമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ നന്നായിട്ട് സംസാരിക്കാനാവണം അല്ലേ? അങ്ങനെ സംസാരിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അത്രയും കാര്യങ്ങൾ ഒരു ചെറിയ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം മികച്ച ആശയവിനിമയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, ഒരുപക്ഷെ അതിൻ്റെ ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള എലമെന്റ്സ് കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമ്മളെ പോലുള്ള ആളുകൾക്ക് അത്രയധികം ഡെപ്ത് ഒന്നും ആവശ്യമില്ല. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മളൊരു വ്യക്തിയോടായാലും സമൂഹത്തോടായാലും നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഇതില് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ അതൊരു വ്യക്തിയുടെ മുന്നിലാണെങ്കിലും ഒരു സമൂഹത്തിന്റെ മുന്നിലാണെങ്കിലും ചിരിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റണം. അതായത് ഒരു ചെറു പുഞ്ചിരി നമ്മുടെ മുഖത്ത് സൂക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കാനാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില ആളുകളോട് സംസാരിക്കുമ്പോൾ വലിയ മസിലൊക്കെ പിടിച്ച് വളരെ ഗൗരവക്കാരനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള ആളുകളെ പൊതുവെ നമുക്ക് ഇഷ്ടമാവാറില്ല എന്നതാണ് സത്യാവസ്ഥ, അല്ലെ? നമ്മൾ അവരെ മനസ്സുകൊണ്ട് കുറ്റപ്പെടുത്തിയിട്ട് കടന്നു പോവാറാണ് പതിവ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് ലഭിക്കേണ്ടതുണ്ട്, അല്ലെ? നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മളിൽ നിന്നൊരു പോസിറ്റീവ് വൈബ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ പറയുന്നത് കേട്ടിരിക്കാൻ മുന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് സാധ്യമാവുന്നത്. അതിന് ഏറ്റവും നല്ല വഴി ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. ചിരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിച്ചുകൊണ്ടോ അട്ടഹസിച്ചുകൊണ്ടോ ഒന്നുമല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ചെറു പുഞ്ചിരി മുഖത്ത് സൂക്ഷിച്ചാൽ മതി എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോൾ ചിരിക്കുന്ന മുഖമുള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കാൻ നമ്മൾ ശീലിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി പറയാനുള്ള രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കാനാവണം. ഐ ടു ഐ കോണ്ടാക്ട്, അതായത് കണ്ണോട് കണ്ണ് നോക്കിയിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് സംസാരിച്ചു കഴിഞ്ഞാലോ നിങ്ങൾക്ക് അരോചകമായിട്ട് സ്വാഭാവികമായിട്ട് തന്നെ തോന്നും. അപ്പോൾ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുന്ന ഒരാളാവുക. മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സിന്റെ ഉൾവശം കൂടി നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് വളരെ ഏകാഗ്രതയോടുകൂടി അവർ കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അരോചകമാകുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനും അത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുവാൻ ശീലിക്കുക, കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കുവാൻ നമ്മൾ ശീലിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി പറയാനുള്ള മൂന്നാമത്തെ കാര്യം, സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. ഇല്ലെങ്കിലോ അവർക്കൊരിക്കലും നമ്മളെ ഉൾക്കൊള്ളാനാവില്ല എന്നുള്ളതാണ്. നമ്മളെ ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളതാണ്. നമ്മളോട് അവർക്ക് ദേഷ്യം കടന്നു വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് കാരണം ഒരുപക്ഷെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ഒരു സമയമായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളിൽ പെട്ട് നിൽക്കുന്ന, ഒരുപാട് സ്ട്രെസ്സിൽ നിൽക്കുന്ന സമയത്തായിരിക്കാം നമ്മൾ ചില കാര്യങ്ങൾ, നമ്മുടെ സന്തോഷങ്ങളൊക്കെ പറയുന്നുണ്ടാവുക. അതൊരു പക്ഷേ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സറിഞ്ഞ് നമ്മൾ സംസാരിക്കണം. അതിപ്പോ ഒരു വേദിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. സദസ്സിലിരിക്കുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുമ്പോൾ മാത്രമേ നമ്മളെ കേൾക്കാൻ അവരെ തയ്യാറാവുകയുള്ളൂ. അതുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ സാഹചര്യം നോക്കിയിട്ട് അതിനനുസരിച്ച് അവരുടെ മനസ്സറിഞ്ഞ് സംസാരിക്കുവാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇനി പറയാനുള്ള നാലാമത്തെ കാര്യം, വ്യക്തമായ മറുപടി നൽകുക എന്നുള്ളതാണ്. നമ്മളോട് ഒരാൾ ഒരു കാര്യം ചോദിക്കുകയാണ്, അവിടെ അതിന് പറ്റിയ രീതിയിൽ, കൃത്യമായ രീതിയിൽ, വ്യക്തമായ രീതിയിൽ നമുക്കതിനെ മറുപടി നൽകാനാവണം. ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു യാത്ര പോവുകയാണ്. യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വഴി അറിയില്ല. നിങ്ങൾ പലപ്പോഴും പല ആളുകളോടും വഴി ചോദിച്ചിട്ടുണ്ടാവും, അല്ലെ? ചോദിക്കുന്ന സമയത്ത് ഓരോ വ്യക്തികളും ഓരോ തരത്തിലാണ് നിങ്ങളോട് പെരുമാറിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചില ആളുകൾ ജസ്റ്റ് ഒരു ആംഗ്യ ഭാഷയിൽ കാണിച്ചിട്ട് നേരെ അങ്ങ് പോയാൽ മതി എന്ന് പറയും, അല്ലെ? കൂടുതലൊന്നും പറയില്ല.
ചില ആളുകൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ പറയും, എന്നാൽ നമുക്കത് വ്യക്തമാവണമെന്നില്ല. നമ്മുടെ ഒരു നമുക്കൊരു ക്ലാരിറ്റി തരിക എന്ന ഒരു ലക്ഷ്യമൊന്നും അവർക്കില്ലാത്ത രീതിയിൽ അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ തിരക്കുകളിലേക്ക് അങ്ങ് പോകും. എന്നാൽ ചില ആളുകളുണ്ട്, നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ അടുത്ത് വന്നിട്ട് കൃത്യമായ രീതിയിൽ നമ്മളോട് വഴി പറഞ്ഞു തരും. നേരെ പോവുക, എന്നിട്ട് വലത്തോട്ട് പോവുക, ഇടത്തോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞ് കൃത്യമായ ഒരു സൈൻ ഒക്കെ നൽകിയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടമാവാറില്ലേ? അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ മറുപടി നമുക്ക് നൽകാൻ കഴിയണം. അവിടെയാണ് സത്യസന്ധതയും ആത്മാർത്ഥതയുമുള്ള ഒരു വ്യക്തിത്വമായിട്ട് ഒരു വ്യക്തി മാറുന്നത്. അങ്ങനെയുള്ള ആളുകളെ സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടും. അതുകൊണ്ട് കൃത്യമായ മറുപടി, ഒരാളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ വ്യക്തമായ ആവശ്യമുള്ള വിശദീകരണം നല്ല രീതിയിൽ നൽകുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. ഇനി പറയാനുള്ള അഞ്ചാമത്തെ കാര്യം, നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല ഒബ്സർവേഷൻ മെന്റാലിറ്റി നമുക്കുണ്ടായിരിക്കണം. മുന്നിൽ നിൽക്കുന്ന വ്യക്തി നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അവർക്കത് ഇഷ്ടമാകുന്നുണ്ടോ, അവർ ഏകാഗ്രതയോടു കൂടിയാണോ അത് കേൾക്കുന്നത്, അല്ലെങ്കിൽ താല്പര്യത്തോടു കൂടിയാണോ അത് കേൾക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഒബ്സർവേഷൻ മെന്റാലിറ്റി നമുക്ക് ഉണ്ടാവണമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് വാല്യൂ, അർത്ഥമോ ഇല്ലാതെ പോകുമെന്നുള്ളതാണ്. ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജിൽ അവർ തിരിച്ച് മറുപടി പറയുമ്പോൾ ആ മറുപടിയിൽ അടങ്ങിയിരിക്കുന്ന വാക്കുകളിൽ അവരുടെ മനസ്സുണ്ട്. അത് ഒബ്സർവ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതൊരു പക്ഷേ ഒരു ദിവസം കൊണ്ട് സാധ്യമാവണമെന്നില്ല. പക്ഷെ നിരന്തരമായി മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുവാൻ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഉണ്ടാകുന്ന, അവരുടെ പുരികങ്ങളിൽ പോലും ഉണ്ടാകുന്ന ചലനങ്ങളിൽ നിന്ന് അവരുടെ മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അവരുടെ കൈകാലുകൾ നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം നമ്മൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത്. നല്ല രീതിയിലാണോ, അത് നമ്മളെ ഉൾക്കൊണ്ടുകൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മളോട് ഒരു നീരസം പ്രകടിപ്പിച്ചുകൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അരോചകമാകുന്നുണ്ടോ എന്നുള്ളതൊക്കെ അവരുടെ ബോഡി ലാംഗ്വേജുകളിലും അവർ തിരിച്ചു നൽകുന്ന മറുപടിയിലെ വാക്കുകളിലും കൃത്യമായിട്ട് പ്രകടമാകുമെന്നുള്ളത് കൊണ്ട് ഒരാളെ നമുക്ക് കൃത്യമായി ഒബ്സർവ് ചെയ്തുകൊണ്ട് സംസാരിക്കുവാൻ ശീലിക്കണം, അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അഞ്ചാമത്തെ കാര്യം. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ തന്നെ ഒരു വ്യക്തിയോടായാലും ഒരു സമൂഹത്തിന്റെ മുന്നിലാണെങ്കിലും നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ നമുക്ക് മതിയാകും. അത് കൃത്യമായി നമ്മൾ നടത്താൻ ശ്രമിക്കുക. മികച്ച രീതിയിൽ ആശയവിനിമയം നടത്താൻ കഴിയുന്ന, നല്ല സംസാരിക്കുവാൻ കഴിവുള്ള ഒരാളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയട്ടെ. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത വിജയത്തിന്റെ അടിത്തറയായി രൂപപ്പെടുന്നുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.